നിങ്ങളൊക്കെ കയറുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടോ, കൂടെ വന്നോ ഗൈസ്. നമ്മളെ ഇവൻ്റെ ബസ് ഇരിപ്പുണ്ട്. നല്ല ഇടത്തോട്ടായിരിക്കും കൊണ്ടുപോകണം. 1500 രൂപ ഇതെന്തൊരു എടാ, എന്താ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ വല്ല ഇത് അങ്ങനെയല്ല, ഫ്ലിപ്കാർട്ടിൽ നിന്ന് പേടിഎം എന്തൊരു കാഴ്ച ATM മെഷീനാണ് ഗൈസ്. ATM മെഷീൻ പൈസ എടുത്ത് അയച്ചുകൊണ്ടിരിക്കണം ഗൈസ്. എന്തോന്ന് ഗൈസ് ഇത് പേടിഎം ഗൈസ്. എല്ലാവരും പേടിഎം 500 രൂപയിൽ ആരവന്മാർക്ക് ഇത് കൊടുത്തടാ, ചുമ്മാ അല്ല. 500, 600, 1500 എന്തൊക്കെ മുത്തേ നടക്കണം ഇവിടെ. BMW ഉണ്ടോ? അവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. അവിടെ എവിടെയൊക്കെ കിടപ്പുണ്ടായിട്ട് തോന്നിയേ നോക്കാം. 18 പേര് ലൈവ് ഉണ്ട് ഗൈസ്. ലൈക്ക് സബ് അടിക്കാത്തുണ്ടെങ്കിൽ സബ് അടി. നമുക്കിനി എത്ര വെറും എത്ര 27 സബ്സ്ക്രൈബർ. 27 20 രൂപ. എടാ ഈ 50,000 രൂപ കഴിക്കണ്ടാ മുത്തി. ഇത് എന്ത് നടക്കണം ഇവിടെ? എടാ നമുക്കിനി 27 സബ്സ്ക്രൈബേഴ്സ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് 600 സബ്സ്ക്രൈബർ എത്തും. അത് നിങ്ങളുടെ കയ്യിലാണ്. ലൈവ് കാണുന്നവർ വിചാരിച്ച് ഇപ്പം തന്നെ അത് എത്തിക്കാന്നേ ഉള്ളൂ ഗൈസ്. നിങ്ങളുടെ കയ്യിൽ എത്ര ഞാൻ പറഞ്ഞോളൂ ഗൈസ്, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വിചാരിച്ച് ഇപ്പം തന്നെ അത്ര എത്തിക്കാന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങൾ സബ് ചെയ്ത് 600 സബ് എത്തിക്കുമായിരിക്കും അല്ലേ? എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ബ്രോ വിളിച്ചിട്ടെന്നാ നോക്കട്ടെ. മറ്റേ വിളിച്ചിട്ടുണ്ടാവും റിയൽ ലൈഫിലെ ആണ് അപ്പോൾ പേടിഎം ചെയ്തതായിരിക്കും എന്നാ. എന്തൊക്കെ മുത്തേ ഉള്ള പറയാല്ലേ, എന്തൊക്കെയാണെന്നാണ് ഇവിടെ നടക്കുന്നത്. ബ്രോ ഐ ക്യാൻറ്റ് ജോയിൻ എന്നാ. അതെന്തോ മുത്തേ എനിക്ക് ജോയിൻ ആവാൻ പറ്റാത്തത്? ഇവിടെ കൊണ്ടുവന്നടാ ബ്രോ. നല്ല സന്തോഷമായിരുന്നു. എന്ത് മുത്തേ ആയി മുത്തേ, നല്ല സന്തോഷമായി. എടാ 6,200. എടാ നിങ്ങളിത് 500 അയക്കല്ല ആരും. 500 എന്തൊരു മുത്തേ ഇവിടെ നിങ്ങൾ. ആരെടാ വെള്ളക്കാറ്? ആ ബസ്സിൽ ഉള്ളോ എന്തോന്ന് മുത്തേ, എന്തൊക്കെ നടക്കണം. എടാ എന്താടാ നിങ്ങൾ പൈസ. എടാ എനിക്ക് എടാ മതി കേട്ടാ കായ്സ്, മതി. നിങ്ങൾ എന്തോന്നും പറഞ്ഞ് എനിക്ക് അയച്ചുകൊണ്ടിരിക്കണ്. മതി. എടാ ഇങ്ങോട്ടൊന്ന് കയറിയാലാ. ന്യൂ പ്ലേസ് മുത്തേ നമ്മൾ. ഇങ്ങോട്ട് കയറില്ല. ഒന്നാണ്. ഗായ്സ് നൈസ്. എടാ ഇത് കിടിലം തന്നെ ഏട്ടാ. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇതുവരെ. കയറാൻ പറ്റില്ല എൻ്റെ മുകളിലോട്ട്. കേസിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റില്ല. എടാ ഇതൊരു ഹിഡൻ പ്ലേസ് അല്ലേടാ മുത്തേ. കണ്ട വൈബ് സ്ഥലം. എടാ എല്ലാരും വാ. എടാ അത് നൈസ് തന്നെ കേട്ടോ. അവൻ്റെ ബസ് അവിടെ നിൽക്കണം, നമ്മളിവിടെ നിൽക്കണം. അപ്പോൾ ഒരു ഫോട്ടോയും കൂടെ വ്യൂ കണ്ടാ മുത്തേ. കൊക്കയിലേക്ക് വീണാ ബസ് എന്നാ മുത്തേ. ബസ് വീണെന്നാ. എന്തൊക്കെ നടക്കണം എന്നാണ്. എന്തായാലും നമുക്ക് നോക്കാം. അവിടെ ഇങ്ങാട്ടിരിക്കാം. ഫോട്ടോ എടുക്കാൻ നേരത്ത് സെറ്റായിരിക്കും. എടാ ഇതിൻ്റെ മുകളിൽ നിന്നാലാ. ഇവിടെ നമ്മൾ ഇതിൻ്റെ മുകളിലാണ് നിൽക്കണം കേട്ടാ മുത്തേ. ഇത് നൈസ് തന്നെ കേട്ടാ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ സീരിയസ്ലി. W തന്നെ മുത്തേ. ഇതൊക്കെ തമ്പനയിൽ ഇടുമ്പോഴായിരിക്കും തീയായിട്ട് ഫീൽ ആകാൻ പോണോ നോക്കിയോ. സീരിയസ്ലി ഇപ്പം കാണാൻ പയ്യ 2 ഫോട്ടോ അത്രയൊക്കെ തോന്നും. പക്ഷെ തമ്പനയിൽ വരുമ്പോൾ മുത്തേ നമ്മൾ ടൈറ്റിലൊക്കെ ഇട്ട് ഇടുമ്പോൾ W ആയിരിക്കും മുത്തേ. സീരിയസ്ലി W ആയിരിക്കും. റെഡ് ഫോക്സ് ഹെൽപ്പ് എന്നാ എന്ത് ETB മുത്തേ. ആ ബസ്സാണ് അപ്പുറത്ത് ഉള്ളത്. അവൻ കൊക്കയെന്ന് കയറി ഒന്ന് കാണോടാ മുത്തേ. അവൻ കുഴി പോയി ഞാൻ കണ്ടില്ലല്ലോ, നീ കണ്ടാ അതിനിടയിൽ? എന്താടാ ITB? $500 എനിക്ക് അയക്കാൻ ലിമിറ്റായി പോയി. ഇല്ലെങ്കിൽ ഞാൻ മറ്റേ 500 അയച്ച് ഇതാക്കി കൊടുത്തോണ്ടിരുന്നേനെ. എന്തായാലും നമുക്ക് നോക്കാം. എടാ എൻ്റെ ഈ ഡ്രോണിലൊട്ട അങ്ങോട്ട് പോകണില്ല, മുന്നോട്ട് പോകണില്ല. എന്തിലൊട്ട ഡ്രോൺ ഇത് മുത്തേനി? എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ ചാടി. അവനും ഞാനും ബസ്സിൽ വീണില്ല, ബസ്സിൻ്റെ മോളിൽ വീണില്ല മുത്തേ. അവിടെ ഒരു ബസ്, ഇവിടെ ഒരു ബസ്. ലൊട്ടേ റിബക്സേ മുത്തേ വന്നാ എന്തല്ല.
ഇതാരത്? ഹൈഡ് ആറ്റിറ്റ്യൂഡ്. മുത്തേ അവിടെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടാ മുത്തേ? അത് കണ്ട? എടാ ഇതാര് മുത്തേ? ഇതാര് ബ്രോ? എൻ്റെ അടുത്ത് ഡ്രോണ് കൊണ്ടുപോകുന്ന എന്ത്? എടാ നീ മുത്തേ അവിവേകം കാണിക്കല്ലേ, കുഴി പോവും. പരുന്തേ അവിവേകം അരുത്. ആ വേറെങ്ങാട്ടാ പോയി. വർക്കൊന്നും ഇല്ലേടേ. എടാ ഇതാണ് വർക്ക് മുത്തേ, ഇതാണ് നമ്മളെ ജോലി തന്നെ മുത്തേ. ഞാൻ ആരും ഒന്നും പറയണ്ട, ഞാൻ ചാടി താഴെ ചാടാം. എടാ ഇത് കൊള്ളാല, ഇവിടെ താഴെ ഇറങ്ങാൻ പറ്റുമായിരുന്നോ? ഞാൻ വിചാരിച്ച് വേൾഡ് എൻഡിയർ എന്ന് പറഞ്ഞ് ലൊട്ട കാണിക്കുമോ. ഇത് കൊള്ളാല്ലേ? എടാ അപ്പോൾ വണ്ടി ഇറക്കാൻ പറ്റുമോടാ? വണ്ടിയും ചാടിക്കാൻ പറ്റും മുത്തേ. അത് നൈസ്. നൈസ് മുത്തേ. നമ്മളിങ്ങനെ പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തേ. നിങ്ങൾ അസൂയപ്പെടല്ലേ മുത്തേ. നമ്മൾ പുതിയ പുതിയ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കുകയാണ് മുത്തേ. കേൾസാൻ ഹായ് ബ്രദർ. ഹായ് ബ്രദർ. എന്തെല്ലാം ബ്രദർ? നമ്മളിവിടെ പുതിയ സ്ഥലം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ചാടിക്കാനെന്നാ? എടാ ഇപ്പോൾ മോളിൽ നിന്നാലും വണ്ടി ചാടി കുഴി വീണാൽ നമ്മളെ ദേഹത്ത് വീഴും. നമുക്ക് മാറിക്കാടാ മുത്തേ, ഇല്ല നമ്മൾ പപ്പടം പോലെ ആയി പോവും. നമുക്ക് ഫുട്ബോൾ ഗ്രൗണ്ടിൽ പോവാന്നാ? കണ്ടന്റ് വ്ളോഗാ എന്തൊക്കെയാണെന്നാണ് മുത്തേ. എടാ അവിടെ ആര് പുഷപ്പ് എടുക്കണ മുത്തേ? എന്ത് ചെയ്യണം അവിടെ? നിനക്കെപ്പോഴും മസിലിൻ്റെ കാര്യം ചിന്തയുള്ളല്ലേ? എടാ മുത്തേ വെയിൽ പറഞ്ഞു. ഓ ചൂടടിക്കും, ടാനാവും പിന്നെ. മുത്തേ ആരാ ചാടിച്ച മുത്തേ? ധൈര്യശാലി. ആറ്റിറ്റ്യൂഡ് നിനക്ക് ധൈര്യം കൂടുതലാണ് മുത്തേ. സീരിയസ്ലി പറയാല്ല, നിനക്ക് ധൈര്യം കൂടുതലാണ് മുത്തേ. ഇല്ല ധൈര്യം കാണിച്ചു മുത്തേ. എടാ മുത്തേ കരുവാളിക്ക് മോന്തേക്ക്. ഇത് ആരെടാ ഇവിടെയൊക്കെ? ഇവിടെയൊക്കെ വരായിരുന്നല്ലേ? ഞാൻ ഇതുവരെ ഈ ലൊട്ട സ്ഥലത്ത് വന്നിട്ടില്ല, കാര്യം പറയാല. സുമതി പിടിക്കുമെന്നാ? സീരിയസ്ലി എടാ ഈ സ്ഥലം ഡബിൾ കേട്ടോ. നമുക്ക് ഇനി ഇവിടെ ഒരു തവണ കൂടെ പറഞ്ഞാൽ കാറൊക്കെ എടുത്തോണ്ട് വരാൻ നൈസായിരിക്കും. കാർ അങ്ങോട്ട് കേട്ട് പറപ്പിക്കായിട്ട് വൈബായിരിക്കും. എന്തൊക്കെ നടക്കണം എന്നാണ് ബ്രോ. സുമതി പിടിക്കും മുത്തേ. സുമതിയുടെ കാര്യം ഓർമ്മിപ്പിക്കായിരുന്നു. നമ്മൾ ഒരു തവണ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടെങ്കിൽ വന്നതാണ് മുത്തേ. വീണ്ടും എന്തിനാണ് അവളെ കാര്യം ആലോചിപ്പിക്കണ? പുഷപ്പല്ല, സാൻഡിനെ ഉമ്മ കൊടുക്കുന്നതാണെന്ന്. എടാ മുത്തേ ചുണ്ടിൽ മണൽ പറ്റും കേട്ടാ, ഉള്ള കാര്യം പറയാനല്ല. ഒട്ടകമൊക്കെ വന്ന് അവിടെ കിടന്നിട്ടുള്ള മണ്ണാണ്, ആ ചുണ്ടി പറ്റും. ഒട്ടകത്തിൻ്റെ പൂടെയൊക്കെ ആയിരിക്കും ബാക്കിയകത്ത് പോകണം. അവസാനം എന്നെ പറയല്ലേ. മച്ചാനെ നോക്കട്ടെ. നൈറ്റ് വരാമേ വർക്ക് കഴിയാൻ വന്നതേ ഉള്ളൂ. ഓക്കെ മച്ചാ റുബക്സേ, പറ്റുമ്പോൾ വന്നാൽ മതി, സീനൊന്നും ഇല്ല. ഓക്കെ നിനക്ക് നീ ചാറ്റിലെങ്കിലും വന്നില്ല, അത് സന്തോഷം മുത്തേ. ഓക്കെ സീനൊന്നും ഇല്ല, വന്നാൽ ഒക്കം പോന്നാൽ മതി, അതൊന്നും ഒരു വിഷമവും ഇല്ല.